ഇന്നലെ നമ്മുടെ ജേഡുവിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. എന്ന് വെച്ചാൽ ജാനുവരി 2 ജേഡുവിൻ്റെ ബർത്ത്ഡേ. ജേഡു നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന ദിവസം, അതായത് നമ്മൾ ഒരപ്പനും അമ്മയായ ദിവസം എന്നും കൂടെ വേണം പറയാം. ഈ പ്രാവശ്യം ജേഡുവിനോട് ബർത്ത്ഡേ സെലിബ്രേഷൻസിൻ്റെ കാര്യം ചോദിച്ചപ്പോൾ പറഞ്ഞു വലിയ സെലിബ്രേഷൻസ് ഒന്നും വേണ്ട, അവൻ്റെ ഫ്രണ്ട്സിനെ മാത്രം വിളിച്ചാൽ മതിയെന്ന്. കൊച്ചു പറയുന്ന പോലാണ് ഇന്നത്തെ ദിവസം. അങ്ങനെ അവൻ്റെ ഫ്രണ്ട്സിനെ മാത്രം വിളിച്ച് ഒരു കുഞ്ഞു ബർത്ത്ഡേ സെലിബ്രേഷൻ കേട്ടോ. ഈ കേക്കാണ് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലേ, അപ്പനും മോനും കൂടെ കണ്ട് പോയി പറഞ്ഞ് അവരുടെ ഐഡിയയിൽ അവരുണ്ടാക്കിച്ച കേക്ക്. ഓരോ പ്രാവശ്യത്തെ അവൻ്റെ ബർത്ത്ഡേയുടെ കേക്ക് അവൻ ഏതെങ്കിലും ഒരു തീം പറയും. പക്ഷേ ഇപ്രാവശ്യം അവൻ തീമൊന്നും പറഞ്ഞൊന്നുമില്ല. അപ്പൻ്റെ ആയിരുന്നു ആഗ്രഹം. അങ്ങനെ സോണിക്കിൻ്റെ തീം വന്നു കേട്ടോ. ജസ്റ്റ് കേക്ക് സോണിക്കായെന്നേ ഉള്ളൂ. പിന്നെ കൊച്ചിനൊരു സോണിക്കിൻ്റെ ടീഷർട്ടും വാങ്ങിച്ചു. അല്ലാതെ ഡെക്കറേഷനൊന്നും സോണിക്കിനെ ബേസ് ചെയ്തൊന്നുമല്ല. എന്നാലും ജഡുവിൻ്റെ ഫ്രണ്ട്സും ഈ ഗ്രൂപ്പ് കൂടി നിൽക്കുന്നതൊക്കെ അവൻ്റെ ഫ്രണ്ട്സാണ്. പക്ഷേ ഇതിൽ ആരെങ്കിലും അവൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്നവരുണ്ടോ എന്ന് ചോദിച്ചാൽ അതില്ല. പക്ഷേ ഇവരൊക്കെ ജഡുവിനൂടെ സ്കൂൾ ബസ്സിൽ പോകുന്നവർ, സ്കൂൾ ബസ്സിൽ പോകുമ്പോൾ ഒരേ സമയം ലിഫ്റ്റിൽ പോകുന്നവർ, അവൻ്റെ കൂടെ സൺഡേ സ്കൂളിൽ പോകുന്നവർ, അവൻ്റെ കൂടെ കളിക്കുന്നവർ, അങ്ങനെ പലതരം ഫ്രണ്ട്സ്. ജേഡുക്കുട്ടൻ്റെ ഫ്രണ്ട്സ് എന്ന് പറയുമ്പം 2 വയസ്സുള്ള കുട്ടി തൊട്ട് ജേഡുവിൻ്റെ പ്രായമുള്ളവർ വരെയും ജേഡുവിൻ്റെ ഫ്രണ്ട്സാണ്. അതിന് ഇന്ന പ്രായം, ഏജ് ലിമിറ്റ് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. പ്രഥമ ദൃഷ്ടി ഇതൊരു പിള്ളേർ പാർട്ടി ആയതുകൊണ്ട് തന്നെ പിള്ളേർക്ക് ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ ആയിരുന്നു കേട്ടോ. പിസ്സ, KFC അങ്ങനെ. പിന്നെ ഞങ്ങൾ കുറച്ച് പ്രായം ചെന്ന കാരണവന്മാർക്ക് കുറച്ച് നാടൻ ഭക്ഷണം. ഇന്നലെ ജേഡുക്കുട്ടൻ്റെ ബർത്ത്ഡേ ആയിരുന്നുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. ജോലി ഉണ്ടായിരുന്നു. ജോലി കഴിഞ്ഞിട്ട് പിന്നെ ബർത്ത്ഡേ പാർട്ടിയും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട് ഒരു വീഡിയോയോ ഫോട്ടോയോ ഒന്നും ഇടാൻ പറ്റാതെ. എന്നിട്ടും ജഡുവിൻ്റെ ബർത്ത്ഡേക്ക് മെസ്സേജ് അയച്ചവർ, വിളിച്ചവർ എല്ലാവർക്കും ഒരു സ്പെഷ്യൽ താങ്ക്സ്. തിരക്കായതുകൊണ്ടാണ് ഇതിനൊന്നും റിപ്ലൈ ഇടാഞ്ഞത്. ഒന്ന് ഫ്രീ ആയി കഴിയുമ്പം എല്ലാ മെസ്സേജിനും റിപ്ലൈ ചെയ്യാം. ജേഡുക്കുട്ടൻ്റെ ബർത്ത്ഡേ പ്രമാണിച്ച് വേറൊരു ഗീവ് അവേയും കൂടെ കൊടുക്കണമെന്ന് ഞങ്ങളിങ്ങനെ പ്ലാൻ ചെയ്തായിരുന്നു കേട്ടോ. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ജാനുവരി 2 അത് അനൗൺസ് ചെയ്യണമെന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞ പോലെ തിരക്ക് കാരണം നമുക്ക് കുറച്ച് കാര്യങ്ങൾക്ക് ഡിലേ വന്നിട്ടുണ്ട്. പക്ഷേ ഒരു ഗീവ് അവേ ഉടനെ വരുന്നുണ്ട്. അതെന്താണെന്ന് അറിയണമെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ കാണുക. മോസ്റ്റ് പ്രോബബിളി ഇന്നോ നാളെയോ ആ ഒരു വീഡിയോയെക്കുറിച്ചുള്ള അല്ലെ ആ ഒരു ഗീവ് അവേയെക്കുറിച്ചുള്ള അനൗൺസ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതായിരിക്കും. അതറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, നമ്മുടെ വീഡിയോ കാണണം. ഇതുവരെ ആരും ചെയ്യാത്ത ഒരു വെറൈറ്റി ഗീവ് അവേ ആയിരിക്കും കേട്ടോ. അത് മാത്രമേ ക്ലൂ ഉള്ളൂ. അതുപോലെ കഴിഞ്ഞ പ്രാവശ്യത്തെ ഗീവ് അവേയുടെ എല്ലാ ഗിഫ്റ്റും 3 ഗിഫ്റ്റും അതിൻ്റെ വിന്നേഴ്സിന് കൊടുത്തിട്ടുണ്ട്. അവരത് കൈപ്പറ്റിയിട്ടുമുണ്ട്. അങ്ങനെ ബർത്ത്ഡേ പാർട്ടിയൊക്കെ ബ്യൂട്ടിഫുൾ ആയിട്ട് കഴിഞ്ഞു. അവസാനം പിള്ളേർക്കെല്ലാം ഉള്ള ഒരു റിട്ടേൺ ഗിഫ്റ്റും ഉണ്ടായിരുന്നു. അങ്ങനെ പിള്ളേർ ഹാപ്പി, ജേഡുവും ഹാപ്പി, നമ്മൾ ഹാപ്പി. അപ്പോൾ എന്നാൽ ശരി, പോയേച്ചും വരാം.